ഹലോ. അങ്ങനെ ബാങ്കോക്കിലെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ സംഭവം അടിപൊളി വൈബാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ അടിപൊളിയാണ്. പിന്നെ നൈറ്റ് ലൈഫും കാര്യങ്ങളും, പിന്നെ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. നമ്മൾ തായ്ലൻഡ് എന്ന് പറയുന്ന നേരത്ത് ഒരുപാട് സ്ഥലം കാണാനുണ്ട്. അത് ഓരോ 500 മീറ്ററിൽ നമുക്ക് ഒരു ഐറ്റിനറി ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്ററി ആണെന്ന് വെച്ചാൽ ബഡ്ജറ്ററി അല്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഞാൻ മലേഷ്യയിൽ ഏകദേശം ഒരു മാസത്തോളം നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. സ്ട്രീറ്റ് ഫുഡ് ആയാലും എങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലും, ട്രെയിനും ബസ്സും കാര്യങ്ങളും എങ്ങനെ നോക്കുകയാണെങ്കിലും പിന്നെ അടിപൊളിയാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഏകദേശം വേർഡത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിട്ട് ഞാൻ ഓപ്പൺ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിതുള്ളത് ജസ്റ്റ് ഒരു സ്ട്രീറ്റാണ്. അതായത് കഞ്ചാവും കാര്യങ്ങളും കണ്ടു. ഇവിടെ ഒന്നിനൊരു കുറവില്ല. കംപ്ലീറ്റ് കനാപ്പിലുള്ള ഒരു സ്ട്രീറ്റാണ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നല്ല വൈബായി ഇങ്ങനെ പോവാം. ഇവിടെ കഞ്ചാവ് ലീഗലാണ്. എല്ലാ ടോക്സിക് ഡ്രഗും എന്താണെങ്കിലും കഞ്ചാവ് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പേരറിയില്ല. ഞാൻ സംഭവങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയില്ല. വേറെ ഒരുപാട് ഡ്രഗ് ഉണ്ട്, അതിന് പലതരം പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ മത്തി വെക്കുന്ന പോലെ, റോഡ് സൈഡിൽ മീൻ വെക്കുന്ന പോലെ ഇതിങ്ങനെ വിറ്റെടുക്കുക. കംപ്ലീറ്റ് പാർട്ടിയാണ്. ല്ലേ പിന്നെ ഏകദേശം ഇവിടുന്ന് 160 കിലോമീറ്റർ ഉണ്ട് പട്ടായയിലേക്ക്. പിന്നെ പട്ടായ പോകണമെന്നുണ്ട്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് പട്ടായ പോകുന്നത്. കാരണം ഡയറക്റ്റ് ട്രെയിനും കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേക ടാക്സിയും ബസ്സൊക്കെ ആയിട്ട്, ബസ് കുറഞ്ഞ ഏരിയയിലേക്കുള്ളൂ, ബാക്കി ടാക്സിയും കാര്യങ്ങളും ഗ്രാബൊക്കെ ബുക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ നോക്കട്ടെ എൻ്റെ സാഹചര്യം. ഏകദേശം ഞാൻ 3-ാം തീയതിയാണ് ഫ്ലൈറ്റ് റിട്ടേൺ എടുത്തത്, ഈ ജൂലൈ. ഏകദേശം 5 ദിവസമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്, അതിൽ ഒന്നും പറയാനില്ല. കാരണം ഞാൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് തന്നെ ഒരു ഏകദേശം 2 റുപ്യാണ് നമ്മുടെ നാട്ടിലെ റുപ്യ. ഇവിടുത്തെ 2 റുപ്യാണ് നമ്മുടെ നാട്ടിലെ റുപ്യ. അത് വിചാരിച്ച് കുറച്ച് ചീപ്പറാന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ പക്ഷേ ഒരിക്കലും ചീപ്പറല്ല. അപ്പോൾ ഞാൻ ഈ സീറ്റ് ഒന്ന് കാണിച്ചു തരാം. സീറ്റ് കാണില്ല, ഒരുപാട് ഇങ്ങനെ ബീറും കാര്യങ്ങളും. പിന്നെ അധികം പോർക്കാണ് കേട്ടോ, ചിക്കനാണിത്. അധികം പോർക്കാണ് പിന്നെ ഇവിടെ മെയിനായിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഏറ്റവും ലീഗലാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായ എല്ലാ സംഭവവും, കള്ള് മുതൽ പെട്ട് കഞ്ചാവ് സംഭവം എല്ലാ വൃത്തികേടും ഇവിടെ ലീഗലാണ്. അതിന് ടൈമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പക്ഷേ ഓൾ ഓവർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യങ്ങളൊക്കെ അടിപൊളി, ഒരു ആംബിയൻസും കാര്യങ്ങളും എക്സ്പീരിയൻസും അതിലൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് വിയറ്റ്നാമിലേക്ക് പോകാനുള്ള പ്ലാനുണ്ട്. പക്ഷേ അതിനുള്ളൊരു ശാരീരിക അവസ്ഥയിലല്ല. കാരണം ഭയങ്കര ടയർഡായി. കാരണം മലേഷ്യയിൽ ഒരു മാസത്തോളം നിന്നിട്ട് ഏകദേശം 4-5 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ടയേർഡാണ്. അത് ഫ്രഷായിട്ട് ഇൻഷാ അല്ലാ അവരൊരു ട്രിപ്പ് പോയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള വെച്ചാൽ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഈ മെമ്മറീസും കാര്യങ്ങളും നമ്മളെവിടെയെങ്കിലൊക്കെ പോയി വന്ന ഈ മെമ്മറി കാര്യങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തായ്ലൻഡ് പോകാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇവിടുത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് വെച്ചാൽ അത്ര ചീപ്പറല്ല. പക്ഷേ ബാക്കിയുള്ള കൺട്രി പോലെ ഓവറും അല്ല, നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളൊരു എക്സ്പെൻസ് ആണ്. സീറ്റാണ് മൊത്തം കംപ്ലീറ്റ് വരുന്നത്. കംപ്ലീറ്റ് സീറ്റാണ് ഇതൊക്കെ. ഇതുപോലെ തായ് മസാജ് പല ടൈപ്പുള്ള ഫുഡ് മസാജ് ഉണ്ട്, ഹെഡ് മസാജ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓയിലുണ്ട്. പിന്നെ ഓരോ ഇതനുസരിച്ചാണ് മണിക്കൂറിന് 120 ബാത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു പക്ക വീടിൻ്റെ ഒരു ഷോപ്പാണ്, കഞ്ചാവിൻ്റെ ഒരു ഷോപ്പാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ. ഇവിടുത്തെ ഒരു മാംഗോ റൈസ് സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു ഈ സാധനം മാംഗോ സ്റ്റിക്കി റൈസ്, ഇത് ഒരിക്കലും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. ഞാൻ ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്നാണ് നേരത്തെ കഴിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. അത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും അടിപൊളി ടേസ്റ്റാണ് കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ അധികം ഞാൻ ഹോസ്റ്റൽസാണ് എടുക്കാറ്, ബഡ്ജറ്ററി ആയതുകൊണ്ട്. ഹോസ്റ്റൽസിന് ഏകദേശം 400 റുപ്യേൻ്റെ അടുത്ത് റേറ്റുണ്ട്, ചെറിയ സ്റ്റാർട്ടിങ്. നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കോക്കിലെ കാഴ്ചകൾ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഡേ ആയിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായി പറയാം. ഓക്കെ, അപ്പോൾ
ഏകദേശം ഇവിടുത്തെ സ്ട്രീറ്റ് കഴിഞ്ഞ് ഇനി വേറെയും കുറേ സ്ട്രീറ്റ്സ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് മാടെ പോയിട്ട് ഇന്നത്തെ